പുറപ്പെടുകയാണ്. കൂടെ തന്റെ സന്തത സഹചാരി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. തന്റെ ചെറുപ്പം മുതലുള്ള കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയും കൂടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടുകയാണ്. അവരെ പിന്നാലെ ശത്രുക്കളുണ്ട്. പോകുന്ന വഴിയിൽ ശത്രുക്കൾ ഏകദേശം അടുത്തെത്തി എന്ന് കണ്ടപ്പോ അവരൊന്ന് വിശ്രമിക്കുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും വേണ്ടി സൗർ ഗുഹയിലേക്ക് കയറുകയാണ്. ആ സൗർ ഗുഹയില് നമുക്കറിയാം, ഭൂമി പ്രതലത്തിൽ നിന്നും ചെറിയ രീതിയിൽ താഴ്ചയുള്ള ഒരു ചെറിയ മാളമാണ്. ആ സൗറിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവേശിക്കുകയാണ്. നബി പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം ആ ഗുഹയുടെ ഉള്ളൊക്കെ പരിശോധിച്ചു. തന്റെ മുത്തു മുഹമ്മദ് മുസ്തഫ, തന്റെ പ്രവാചകൻ കരളിന്റെ കഷ്ണം അകത്തേക്ക് കടക്കുമ്പോ, കാരണം ഒരു കാട് പിടിച്ചു കൊടുക്കുന്ന പ്രദേശത്തുള്ള ഒരു ഗുഹയാണ്, അവിടെ വല്ല ജന്തുക്കളോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടോ എന്നറിയാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഗുഹയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. എന്നിട്ട് ആകമാനം നോക്കുന്നു. അവിടെയൊക്കെ ചെറിയ പൊത്തുകളൊക്കെ ഉണ്ട്, പാമ്പുകളും തേളുകളൊക്കെ ഉണ്ടായേക്കാം. അവിടെ കിട്ടിയ വസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ പൊത്തുകളും അടച്ച് ഒരു പൊത്ത് മാത്രം ബാക്കിയാവും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഉള്ളിലേക്ക് പ്രവേശിച്ചു. വീട്ടിലെ റൂമിലിരുന്നു. ഉള്ളിലേക്ക് സൗർ ഗുഹയിലേക്ക് ഇരിക്കുകയാണ്. സൗർ ഗുഹയിലേക്ക് കടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്പസമയം വിശ്രമിക്കുകയാണ്. ആകെ പടച്ചോന്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ളാഹ് ആരാധനക്കർഹനേകനാണെന്ന് സന്ദേശം നൽകിയ നൂറുള്ളാഹ് മാനവർക്കായെന്ന് നേർവഴി കാട്ടുന്ന മക്കത്തുദിച്ച ഹബീബുള്ളാഹ് മംഗകൾ ഒരുമിച്ചവർ സൗർഗുഹയിൽ പ്രവേശിച്ചു. സിദ്ദീഖുൽ അക്ബറിൻ മടിയിൽ തലവച്ച് അന്ത്യപ്രവാചകൻ നിദ്രയെ പ്രാപിച്ച് ചന്ദ്രവദനം കണ്ട് അബൂബക്കർ പുഞ്ചിരി തൂകുന്നുണ്ട്. പുഞ്ചിരി തൂകുന്നു, ചുറ്റിലും നോക്കുന്നു, ഓതും പഴുതൊന്നടയ്ക്കുവാൻ ശീലത്തുണ്ടില്ല, പാദവിരൽ കൊണ്ടമർത്തുന്നു. മുത്ത് റസൂലുള്ളാഹ് സുഖമായി ഉറങ്ങുന്നു. മുഖം കണ്ട് സിദ്ദീഖ് സന്തുഷ്ടരാകുന്നു. മൂർഖൻ പാമ്പുന്നുടൻ കാലിൽ കടിക്കുന്നു. മൂർച്ഛിച്ച വേദന സിദ്ദീഖിനേറുന്നു. നബിയെയുടത്തിയില്ല, സിദ്ദീഖിന്റെ വേദന മാറുന്നില്ല. പൊട്ടിയൊഴുകിയ കണ്ണുനീർ തുള്ളികൾ പെട്ടെന്ന് മുത്ത് റസൂലിന്റെ വട്ടമുഖത്തൽപ്പം തട്ടിയ നേരത്ത് ഞെട്ടിയുണർന്ന് നോക്കുന്നേ. എന്നാ സിദ്ദീഖോരെ നിങ്ങൾ കരയുന്നു, എന്ത് പിണഞ്ഞെന്ന് ചൊല്ലുവിൻ പെട്ടെന്ന്. എന്റെ മനതാരിൽ വേദന തിങ്ങുന്നു. കാര്യങ്ങളെല്ലാം പറഞ്ഞു നബിയോട് ഉമിരി പുരട്ടി നബി. സിദ്ദീഖിന്റെ ഉഗ്രവിഷമിറക്കി. ആകെ പടച്ചോന്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ളാഹ് ആരാധനക്കർഹനേകനാണെന്ന സന്ദേശം നൽകിയ നൂറുള്ളാഹ് മാനവർക്കായെന്ന് നേർവഴി കാട്ടുവാൻ മക്കത്തുദിച്ച ഹബീബുള്ളാഹ് മംഗളങ്ങൾക്കു
പ്രവേശിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്റെ മടിയിൽ കിടത്തിക്കൊണ്ട് ബാക്കിയുള്ള ഒരു ഹോള് തന്റെ കൈകൊണ്ട് അടച്ചു പിടിച്ചുകൊണ്ട് നബിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. ഞാൻ നേരത്തെ പറഞ്ഞ ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങയെ പഠിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വെറുതെയല്ല. നബിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിന്ന് പോയാൽ, നബിയുടെ മുഖത്തേക്ക് അങ്ങനെ നോക്കി നിൽക്കാൻ ഭാഗ്യം കിട്ടിയാൽ അനുരാഗത്തിന്റെ കോള് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരും. ആ കോള് ഇങ്ങനെ കയറി വരും, ആ ഇഷ്ടം ഇങ്ങനെ വരും. നമ്മളാരും കണ്ടിട്ടില്ല, അല്ലാഹു സ്വപ്നത്തിലെങ്കിലും കാണാൻ തൗഫീഖ് നൽകട്ടെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നബിയുടെ കിടത്തം കണ്ട് ആസ്വദിക്കുക ഒരു കൂട്ടുകാരൻ. നമ്മൾ ഓർക്കണം, ആ സമയത്താണ് അദ്ദേഹത്തിന് പാമ്പ് കടിക്കുന്നത്. നമുക്കറിയാം, ആ ചരിത്രമൊക്കെ അറിയാം. പാമ്പ് കടിച്ചിട്ട് വേദന സഹിക്കവയ്യാതെ അബൂബക്കർ തങ്ങള് കരയുകയാണ്. കണ്ണുനീരിങ്ങനെ ഒലിച്ച് നബിയുടെ മുഖത്തേക്ക് ഇറ്റിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കിൽ നിന്ന് ഉണരുന്നത്. തങ്ങൾ ചോദിക്കുകയാണ്, നബി തങ്ങൾ ചോദിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് അബൂബക്കർ നിങ്ങൾ കരയുന്നത്, എന്താണത് കരയുന്നത് ചോദിക്കുമ്പോ സിദ്ദീഖ് പറയാണ്, കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. പാമ്പ് വന്നത് പോലും മൃഗങ്ങളും കല്ലുകളും ഷജറുകളും എല്ലാം ആഗ്രഹിച്ചിരുന്നത് ആ നബിയുടെ അനുരാഗത്തിനെയാണ്. ആ പാമ്പ് പോലും വന്നത് തന്റെ വഴിമുടക്കിയായി മധ്യപ്രവാചകൻ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ദർശിക്കാൻ വന്ന പാമ്പ തന്റെ വഴിക്ക് തടസ്സമായി നിന്ന ആ കയ്യിൽ കൊത്തിയതാണ്, അല്ലാതെ ആരും ഉപദ്രവിക്കാൻ പോകുന്നില്ല. ശത്രുക്കൾ പുറത്തു വരികയാ, ശത്രുക്കൾ പുറത്തുണ്ട്. പിന്നീട് ആൾക്കുള്ള അനുഭവം എന്താ? ശത്രുക്കൾ വരുന്നു. അബൂജഹൽ പറഞ്ഞയച്ച അവന്റെ കിങ്കരന്മാർ എല്ലായിടത്തും മുഹമ്മദിനെ അന്വേഷിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സിദ്ദീഖുമാണ് മദീനയിലേക്ക് പുറപ്പെടുന്ന മറ്റൊരു സംഘം മറ്റൊരു സമയത്ത് പോയിട്ടുണ്ട്. കാരണം മദീനക്കാരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് ഇത്തിഫാഖ് ചെയ്യണം, അവരുമായി കരാറുണ്ടാക്കണം, നബിയുടെ സംരക്ഷണം മദീനക്കാരെ ഏറ്റെടുക്കണം. അതിനുവേണ്ടി മുൻപ് പോയ ആളുകൾ അവിടെ കരാറുണ്ടാക്കുന്നുണ്ട്, അൻസാരികളുമായി കരാറുണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇവര് രണ്ടുപേരും ഒരുമിച്ചാണ് പോകുന്നത്. അങ്ങനെ ഒരുമിച്ച് പോകുന്ന സമയത്താണ് അവിടെ നോക്കുമ്പോൾ സൗർഗോയുടെ മുഖത്ത് ശത്രുക്കളെ അങ്ങനെ എടുക്കുന്നുണ്ട്. സിദ്ദീഖ് തങ്ങൾ കാണുന്നുണ്ട് ശത്രുക്കളെ പുറത്തുള്ളത്, അവരുടെ കാൽപാദം കാണുന്നുണ്ട്. പക്ഷെ അവർക്കുള്ളിലേക്ക് കാണുന്നില്ല. കാരണം എന്താ? ചിലന്തികൾ ആ ഗുഹയ്ക്ക് മുന്നിൽ വല ചെയ്തിട്ടുണ്ട്, പ്രാവുകൾ അങ്ങനെ മുട്ടയിട്ട് കുറുകുന്നുണ്ട് അവിടെ. അപ്പോ ശത്രുക്കൾ ഒരാൾ പറഞ്ഞു, ഒരുപാട് കാലമായി ആരും ഉപയോഗിക്കാത്ത ഗുഹയാണത്, അവിടെ ഒന്നും ഉണ്ടാവില്ല, കണ്ടില്ലേ ചിലന്തിയൊക്കെ വല ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ അന്വേഷിക്കേണ്ട കാര്യമില്ല. അവര് പോയി അല്പസമയം വിശ്രമിച്ചതിന് ശേഷം സിദ്ദീഖ് തങ്ങള് തന്റെ സുഹൃത്ത്, തന്റെ സന്തത സഹചാരി, തന്റെ എല്ലാമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊത്ത് മദീനയിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഇങ്ങനൊരു ആത്മബന്ധം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആത്മബന്ധം. നമുക്കറിയാം, കൂട്ടുകാരന്റെ തല തല്ലി പൊളിക്കുന്ന, നെഞ്ചക്ക് കൊണ്ട് തല തല്ലി പൊളിച്ച് കൊലപാതകങ്ങളായി മാറുന്ന കൂട്ടുകാരുള്ള കാലഘട്ടത്തിൽ സ്വന്തം സുഹൃത്തിന്റെ കഴുത്തറത്ത് കൊല്ലുന്ന, വിശ്വസിച്ചതിന്റെ പേരിൽ, വഞ്ചരിക്കുന്ന പേരിൽ, സ്നേഹത്തിന്റെ പേരിൽ വിഷം കലക്കി കൊടുത്ത് കൊല്ലുന്ന മക്കളുള്ള സമൂഹമാണ് നമ്മുടെ മുന്നിൽ കടന്നു വന്നിരിക്കുന്നത്. ജാഹിലിയ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുമാർ അതിലേറെ അസുരപക്ഷം എന്നൊക്കെ പറയുന്ന പോലെ ആ രീതിയിലുള്ള വലിയ രീതിയിലുള്ള അരാജകത്വങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നാട്ടിൽ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അത്തരം പ്രവണതകൾ തൊട്ടൊക്കെ നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളൊക്കെ അത്തരം ചിന്താഗതിയിൽ നിന്ന് സ്വന്തം സുഹൃത്തിനെ, സ്വന്തം മാതാവിനെ, സ്വന്തം സഹോദരനെ, സഹോദരിയെ, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടന്നത്, ആ മോൻ അല്ലെ, സ്വന്തം ജ്യേഷ്ഠൻ കൊല്ലപ്പെട്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ. അവസാന കാലമാകുമ്പോ മരണപ്പെട്ടവരും കൊല്ലിയവരും കൊല്ലപ്പെട്ടവരും എന്തിനാണ് താൻ മരിക്കുന്നതെന്ന് അറിയില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നല്ല രീതിയിലുള്ള മരണമൊക്കെ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഇതുപോലുള്ള അക്രമ മരണങ്ങളൊക്കെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് ഇങ്ങനെയുള്ള ഒരു കൂട്ടുകാരൻ നബിയെ സ്നേഹിച്ച് തന്റെ മുത്തിനെ ആർക്കും വിട്ടുകൊടുക്കാതെ കൂടെ നടന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റയിൽ അനുഗമിക്കുന്നത് തങ്ങളാണ്. അങ്ങനെ അവര് മദീനയിലേക്ക് എടുക്കുകയാണ്. അതിന്റെ ഇടയിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് വേഗം മദീനയിലേക്ക് എത്തണം. ഇഷ്ക് പൂക്കുന്ന ഇടം മദീന. من ثاني وجب
مرحبا يا خير دار طلع البدر علينا من ثنيات الوداع وجب شكر علينا ماذا لله മദീനക്കാരായ അൻസാരികൾ തോല അൽ ബദർ പാടി തങ്ങളുടെ മുത്തിനെ വരവേൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് എത്തുകയാണ്. ശത്രുക്കളുടെ പ്രഹരം സഹിക്കവയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എത്തിച്ചേർന്നു. മദീനയിൽ വാസം തുടങ്ങുകയാണ്. മദീനയിൽ ആ സമയത്ത് ഒരു മുസ്ലിമെങ്കിലും ഇല്ലാത്ത വീടില്ലായിരുന്നു. ഒരാളെങ്കിലും ഒരു വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അവിടെയുള്ള അൻസാരികൾ നബിക്ക് സംരക്ഷണം ഒരുക്കുന്നു. അവിടെ നബി കഴിഞ്ഞത്, അവിടെ ഇസ്ലാമിന്റെ പ്രമുഖ അവരുടെ പ്രവാചകനായി നേതാവായി കഴിഞ്ഞത് വളരെ സുഖലോലുപനായിട്ടൊന്നും ആയിരുന്നില്ല. നബിയുടെ വീടിനെ വർണ്ണിക്കുന്നുണ്ട്. പനയോലയിലൊരു